600 കോടി രൂപ മുതൽ മുടക്കാണ് ഇതിന് പ്രതീക്ഷിക്കുന്നത് പ്രപ്പോസൽ അനുസരിച്ച്. ഇത് ഗുണകരമാകുന്ന ഒരു പദ്ധതിയാകുമോ? ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം 2018-ലും എലപ്പുള്ളി പഞ്ചായത്തിൽ തന്നെ ഒരു ബ്രൂവറിക്ക് അനുമതി നൽകിയപ്പോൾ വളരെ ശക്തമായ പ്രതിഷേധവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് സർക്കാർ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അതെ അതെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൽ യാതൊരു വിവരവും ഇതിനെക്കുറിച്ച് ലഭ്യമല്ല. ഒരു അനുമതിക്കായിട്ടും പഞ്ചായത്തിലേക്ക് അവർ അപേക്ഷ നൽകിയിട്ടില്ല. കാരണം ഇത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന എലപ്പുള്ളി പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു വരൾച്ച ബാധിത പ്രദേശമാണ്, ഡ്രൈ ഏരിയ ആണ്. അവിടെ കുടിവെള്ളത്തിന് പോലും കഷ്ടപ്പെടുന്ന ഈ പ്രദേശത്ത് കൊണ്ടുവന്ന് ലക്ഷക്കണക്കിന് ലിറ്റർ ഭൂഗർഭജലം ഊറ്റിയെടുക്കുന്ന ജലചൂഷണം നടത്തുന്ന ഈ ഒരു സംവിധാനം ഇവിടെ വരുന്നതിനോട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത്, ഇത് ഇവിടെ യാതൊരു കാരണവശാലും അഭികാമ്യമായിട്ടുള്ള ഒരു കമ്പനിയല്ല. ജനങ്ങൾ ഇതിനെ ശക്തമായി നേരിടും എന്നാണ് പറയാനുള്ളത്. അങ്ങനെ നേരിട്ടിട്ട് ഇവിടെ നിന്നും കമ്പനികൾ മാറിപ്പോയിട്ടുള്ള ചരിത്രവും എലപ്പുള്ളിക്കുണ്ട്. ശരി, അല്ല അവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ മന്ത്രിസഭ നൽകിയിരിക്കുന്നത് പ്രാരംഭാനുമതിയാണ്, ലൈസൻസ് കൊടുത്തിട്ടില്ല. അത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ച് ചെയ്യേണ്ടതാണ്. ആ ലൈസൻസ് കിട്ടുന്നതിന് മുൻപ് വിവിധ അനുമതികൾ, മറ്റ് ആവശ്യമായ എല്ലാ അനുമതികളും വാങ്ങിയതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ അനുമതി അഥവാ ലൈസൻസ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് പ്രാരംഭാനുമതിയാണ്. സ്വാഭാവികമായും പരിസ്ഥിതി പഠനം അടക്കം നടക്കണം. പഞ്ചായത്തിന്റെ അക്കാര്യത്തിലെ നിലപാടും അവിടെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ പദ്ധതി അനുസരിച്ച്, ഈ പ്രപ്പോസൽ അനുസരിച്ച് ഒരു തുള്ളി പോലും ഭൂഗർഭജലം ആവശ്യം വരുന്നില്ല. പ്രപ്പോസൽ അനുസരിച്ച് വാട്ടർ അതോറിറ്റിയാണ് വെള്ളം കൊടുക്കുന്നത്. വാട്ടർ അതോറിറ്റി കിൻഫ്ര പാർക്കിന് വേണ്ടി, കഞ്ചിക്കോട് കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിന് വേണ്ടി ഒരു പ്രത്യേക പ്ലാന്റ് മലമ്പുഴയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള 1/5 വെള്ളം മാത്രമേ ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി വെള്ളം അവിടെ ഉണ്ട്. ആ വെള്ളം മുഴുവൻ ഉപയോഗിക്കേണ്ടി വന്നാൽ പോലും അത് തീരില്ല. അതായത് ഈ പ്ലാന്റിന് ആവശ്യമുള്ളതിൽ കൂടുതൽ ജലം വാട്ടർ അതോറിറ്റിയുടെ കൈവശമുണ്ട്. വാട്ടർ അതോറിറ്റി അത് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഉപയോഗിച്ച് ഈ പ്ലാന്റ് അവിടെ പ്രവർത്തിച്ചാൽ ഒരു തുള്ളി ഭൂഗർഭജലം പോലും വേണ്ടെങ്കിൽ പഞ്ചായത്തിന് എതിർപ്പുണ്ടോ? ഈ ന്യൂസ് പരിപാടി തുടങ്ങുന്നതിന് മുൻപ് തന്നെ താങ്കൾ തന്നെ പറയുകയുണ്ടായി പഞ്ചാബിലുണ്ടായ അനുഭവം അല്ലേ? കിലോമീറ്ററുകൾ ദൂരത്തിൽ മണ്ണ് മലിനമാകുന്ന, ജലം മലിനമാകുന്ന ഈ കമ്പനിയെ അവിടെ നിന്ന് കെട്ടിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കമ്പനി ഇവിടെ വന്നാലും ഇത് തന്നെയല്ലേ ഉണ്ടാവുന്ന അവസ്ഥ? അല്ല, അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ ഭൂഗർഭജലത്തിന്റെ കാര്യത്തിൽ ഉള്ള ഒരു നിലപാടാണ് ഞാൻ ഇപ്പോൾ ചോദിച്ചത്. രണ്ടാമത്തേത് പരിസ്ഥിതി മലിനീകരണം, ജലസ്രോതസ്സുകളടക്കം മലിനപ്പെടുന്നു എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് വരാം. ഭൂഗർഭജലത്തിൻ്റെ കാര്യത്തിൽ എടുത്താൽ അത് വെറും വാക്കാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ജൽജീവൻ മിഷൻ്റെ പ്രവർത്തനം ഇവിടെ 50% ആയിട്ടുള്ളൂ. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള സ്രോതസ് 50% പൂർത്തീകരിച്ചിട്ടുള്ളൂ. ഇനിയും പഞ്ചായത്തിൽ 44 കിലോമീറ്റർ ദൂരവും പ്ലസ് 2722 വീടുകളിലേക്കും കണക്ഷൻ കൊടുക്കാനുണ്ട്. കൂടാതെ പഞ്ചായത്ത് എൻ്റെ വാർഡിലാണ് ഒരു ലക്ഷക്കണക്കിന് ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു വാട്ടർ ടാങ്ക് തുടങ്ങിയിട്ട് അത് പാതിയിൽ നിർത്തിയിട്ട് കരാറുകാരൻ ഓടിപ്പോയിട്ടുള്ളത്. കാരണം അവർക്ക് പൈസ കിട്ടുന്നില്ല. അത് കാരണം ആ പണി പാതിയിൽ കിടക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഭൂഗർഭജലം എടുക്കുന്നില്ല, വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും? ജലക്ഷാമമുണ്ട്. അല്ല, പക്ഷേ ഭൂഗർഭജലം എടുക്കാൻ അനുമതി കൊടുക്കാതെ അവർക്ക് ഭൂഗർഭജലം ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. നിലവിലെ പ്രപ്പോസൽ അനുസരിച്ച് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം, മലമ്പുഴയിൽ നിന്നുള്ള വെള്ളം, അത് ഈ ഇൻഡസ്ട്രിയൽ ആവശ്യത്തിന് വേണ്ടിയുള്ള വെള്ളമാണ്. അത് പമ്പ് ചെയ്ത് എത്തിക്കും എന്നുള്ളതാണ് പ്രപ്പോസൽ. ഇനി രണ്ടാമത്തെ കാര്യം ഈ പരിസ്ഥിതി മലിനീകരണം എന്നുള്ളതാണ്. ഈ കമ്പനിക്കെതിരെ താങ്കൾ ശരിയായി സൂചിപ്പിച്ചു. പഞ്ചാബിലെ ഫിറോസ്പൂരിൽ സിറ എന്ന് പറയുന്ന സ്ഥലത്ത് 6 മാസത്തോളം സമരമുണ്ടായി. തുടർന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ തന്നെ ഈ പ്ലാന്റ് അടച്ചുപൂട്ടുന്നതായി പ്രഖ്യാപിച്ചു. പക്ഷെ അപ്പോഴും അവിടെയുള്ളൊരു പ്രശ്നം, 2 ഏജൻസികൾ, ഒന്ന് പഞ്ചാബിൻ്റെയും 2 കേന്ദ്രത്തിൻ്റെയും 2 ഏജൻസികൾ ഈ മലിനീകരണം പഠിച്ചു. ഒന്ന് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, 2 പഞ്ചാബിലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് PPCB. രണ്ടിൻ്റെ
രണ്ടിന്റെയും റിപ്പോർട്ട് പക്ഷേ ഈ കമ്പനിക്ക് അനുകൂലമായിരുന്നു. അന്നത്തെ ആ റിപ്പോർട്ടിന്റെ സംബന്ധിച്ച വാർത്താ റിപ്പോർട്ട് പറയുന്നത് എങ്ങനെയാണ്? വാട്ടർ സാമ്പിൾസ് were sent to 3 reputed laboratories in Patiala, SAS Nagar and New Delhi. The report says analysis result of groundwater samples analyzed by the 3 laboratories indicate that groundwater contamination is probably due to fecal matter, which may be due to domestic sources. Possibility of discharge of industrial effluent in underground water is feeble, as no such assessment from the analysis results has been found. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്ലാന്റിൽ നിന്നുള്ള വസ്തുക്കൾ കൊണ്ടല്ല, അവിടെ നിന്നുള്ള ഡിസ്ചാർജ് കൊണ്ടല്ല ഈ ജലസ്രോതസ് മലിനമായതെന്നാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലും അതുപോലെ തന്നെ പഞ്ചാബ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും 2 വ്യത്യസ്ത അന്വേഷണങ്ങൾ നടത്തി വ്യത്യസ്ത ലാബോറട്ടറികളിലേക്ക് 3 വ്യത്യസ്ത ലാബോറട്ടറികളിലേക്ക് ഈ വെള്ളം അയച്ചതിന് ശേഷം നടത്തിയിട്ടുള്ള കണ്ടെത്തലും. അപ്പോൾ നമ്മളിത് ഒരു പ്രപ്പോസൽ വന്ന ഉടനെ മുൻവിധിയോടുകൂടി സമീപിക്കുന്നതാണോ? നമ്മുടെ മുന്നിൽ പ്ലാച്ചിമടയും കൊക്കക്കോളയും അനുഭവ പാഠങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പ്ലാച്ചിമടയിൽ 10-20 വർഷത്തോളം സമരം നടത്തിയിട്ടാണ് ആ കമ്പനി ഇപ്പോഴും അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാതെ അവിടുത്തെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും അതുപോലെ കൊക്കക്കോള കമ്പനി വർഷങ്ങൾക്ക് മുൻപ് നിർത്തലാക്കിയ ശേഷമാണ് ഇവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ കൂടിയിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ പെടുന്ന ഈ എലപ്പുള്ളി പഞ്ചായത്തിൻ്റെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ വളരെയേറെ താഴ്ന്നതായിരുന്നു. അതിൽ നിന്നും നമ്മളിപ്പോൾ കരകയറിയിരിക്കുന്നത് ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ്. റെയിൻ വാട്ടർ പരമാവധി ഉപയോഗപ്പെടുത്തി സ്കൂളുകളിലും വീടുകളിലും പരമാവധി റീചാർജിങ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തി പഴയ കിണറുകൾ പീപ്പിൾ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പഴയ കിണറുകളൊക്കെ റീചാർജ് ചെയ്തു. അതുപോലെ കുറേ പൊതുക്കുളങ്ങൾ ഇഞ്ചക്ഷൻ ബോർവെല്ലിലൂടെ ധാരാളം വെള്ളം ഭൂമിക്കടിയിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് ഗ്രൗണ്ട് വാട്ടർ ലെവൽ കൂട്ടി ഈ പ്രശ്നം പരിഹരിച്ച് ഘട്ടം ഘട്ടമായിട്ട് കുടിവെള്ളത്തിൻ്റെ സ്രോതസ് ലഭ്യത കൂട്ടിക്കൊണ്ട് വന്ന് ഒരു നല്ലൊരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് ഇത്തരം ഒരു കമ്പനിയെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ വളർന്നു വരുന്ന തലമുറയെയും കൃഷിയെയും കുടിവെള്ളത്തെയും ഒക്കെ തകരാറിലാക്കുന്ന തരത്തിലേക്ക് ഈ ഒരു കമ്പനി ഇവിടെ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും പരിസ്ഥിതിക്കും ജനങ്ങൾക്കും കുടിവെള്ളത്തിനും കൃഷിക്കും സർവ്വതിനും നാശം വരുത്തുന്ന ഒരു കമ്പനിയായിട്ട് മാറുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മുമ്പും സമാനമായ നിലയ്ക്കുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒട്ടും എളുപ്പമാകില്ല എന്നുള്ളത് ഉറപ്പാണ്. അന്തിമ അനുമതി കിട്ടുമോ എന്ന് പോലും അറിയില്ല. ഇനി കിട്ടിയാൽ തന്നെ അവിടെ പ്ലാന്റ് പ്രവർത്തിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അനേകമാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം.